ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു ദൈവകൃപയോ ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ആത്മീയ കൃപാദാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അങ്ങ് ദൈവമായിട്ട് കാണും, അവരെ അങ്ങ് വലിയ ആളായിട്ട് കാണും. ഞാൻ സ്നേഹത്തോടെ എന്നെ കാണുന്ന പ്രേക്ഷകരോടും എൻ്റെ കേൾക്കുന്ന സഹോദരങ്ങളോടും ഞാൻ പറയുന്നത്, എൻ്റെ എല്ലാ മീറ്റിങ്ങിലും, എൻ്റെ ഏത് ഹീലിംഗ് മിനിസ്ട്രിയിൽ ഞാൻ ചെയ്യുമ്പോഴും അതിന് മുമ്പിട്ട് ഞാനിത് പറയും, ഈ കാര്യം ഞാൻ പരാമർശിക്കും. നമ്മൾ മനുഷ്യരെ അല്ല വലുതായിട്ട് കാണേണ്ടത്, വ്യക്തികളെ അല്ല. ആ വ്യക്തിയെ ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മീറ്റിങ്ങിൽ ഒരു ഫ്ലൂട്ട് എടുത്തിട്ട് വായിക്കുന്ന ആ സഹോദരനെ നിന്ന് ചോദിച്ചു മേടിച്ചിട്ട് പറഞ്ഞു, ഇതൊരു പുല്ലാങ്കുഴലാണ്, ഇതൊരു ഈറത്തണ്ടാണ്, ഇത് വായിക്കാൻ അറിയാവുന്ന ഈ മകൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഇതിനകത്ത് നിന്ന് നല്ല നാദങ്ങൾ പുറപ്പെടുന്നത്. കീബോർഡ് ആശിഷ് ബ്രദർ വായിക്കുമ്പം ഞാൻ ആശിഷിനോട് പറഞ്ഞു, മോനെ കീബോർഡിൽ നിന്ന് കൈയെടുക്കാൻ പറഞ്ഞു. പിന്നൊന്നും കേൾക്കാനില്ല. അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, അതിനെ ഉപയോഗിക്കുന്നത് ഒരു കരമാണ്. ആ കരം അതിൻ്റെ മേളിൽ വന്നില്ലെങ്കിൽ അതിൽ നിന്ന് നാദങ്ങൾ പുറത്തു വരില്ല. ഇതുപോലെ ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ് മറ്റാർക്കൊക്കെയോ വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവീകമായ കൃപാദാനങ്ങൾ, ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുകയാണ്. Welcome to Pastor Tinu George Spiritual Talk Podcast video. ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു. ഫോർ ദ കോമൺ ഗുഡ്, ഫോർ കോമൺ ഗുഡ്, പ്രോഫിറ്റ് വിത്ത് ഓൾ, എല്ലാവർക്കും വേണ്ടിയാണ്. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ്. കർത്താവ് എന്നിൽ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. സാറേ, നമ്മളെ ഈ ഗിഫ്റ്റ് മേടിക്കുന്ന എന്തിനാ? അപ്പോൾ ഈ നമ്മളെ കാണുന്ന ഈ പ്രേക്ഷകരൊക്കെ ആർക്കെങ്കിലും കല്യാണത്തിനോ പാലുകാച്ചിനോ എന്ന് പറയുമ്പോൾ ഹൗസ് വാമിങ്ങിനോ ഒക്കെ കൊടുക്കാനായിട്ട് ഗിഫ്റ്റുകൾ മേടിക്കാറുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കുന്ന നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാനാണോ? അല്ല. ഗിഫ്റ്റ് എന്തിനാ? മറ്റൊരാൾക്ക് കൊടുക്കാൻ. എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതല്ല ഗിഫ്റ്റ്, വേറൊരാൾക്ക് വേണ്ടി മേടിച്ചതാണ് ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ രോഗശാന്തിയും പ്രവചനവും ഈ കൃപാദാനങ്ങളെല്ലാം ഗിഫ്റ്റ്സ് ആണെന്ന്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടി. ചിലർ ചോദിക്കാറുണ്ട്, ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു പാസ്റ്റർ ടിനു ജോർജ് സ്പിരിച്വൽ ടോക്ക് പോഡ്കാസ്റ്റ്. Spiritual Talk with Pastor Tinu George. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിക്കുന്നതിനെ പറ്റിയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ മുന്നേറുന്നതിനെ പറ്റിയുമൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. ഒരു പ്രാവ് ഒരു മനുഷ്യൻ്റെ മേൽ വന്നിരിക്കുന്ന ആ ഒരു പ്രതീകം, യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നിറങ്ങിയ ആ പ്രതീകം, എങ്ങനെ ആ പ്രാവിനെ തോളത്ത് വെച്ച് മുന്നോട്ട് വളരെ സൂക്ഷ്മതയോടെ ചലിക്കുന്നു, എങ്ങനെ ആ കൂട്ടായ്മയിൽ നിരന്തരം മുന്നോട്ട് പോകുന്നു, എങ്ങനെ ആ ആത്മാവിൻ്റെ ഭാഷണം, ആത്മാവിൻ്റെ സംസാരം ഇങ്ങനെ ചെവിയിൽ കേട്ടുകൊണ്ട് ആത്മാവിൻ്റെ നിയോഗത്തിനൊത്ത് ചലിക്കുന്നു, അത് വളരെ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം സാധിച്ചു. ഈ ആഴ്ച അതിൻ്റെ ഒരു തുടർമാനം എന്ന വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ എങ്ങനെ പ്രാപിക്കാം, ഹൗ ടു റിസീവ് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പലർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ആത്മശക്തിയിൽ മുന്നോട്ട് ചലിക്കണം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നമ്മുടെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമുണ്ട്. അടുത്തത് നാം വായിക്കുന്നത്, നമ്മുടെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നിറവിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കവിഞ്ഞൊഴുക്കിൻ്റെ ഒരു അനുഭവത്തിലേക്ക് എങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കും? ടിനുപാസ്റ്ററെ, ഫൈവ് ഫോൾഡ് മിനിസ്ട്രി, 5 ഇന ശുശ്രൂഷകൾ യഥേഷ്ടം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ അടുത്ത് നിന്ന് പാസ്റ്റർ ശുശ്രൂഷ കണ്ടിട്ടുണ്ട്. ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ സഭകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത് അതെല്ലാവർക്കും അറിവുള്ളതാണ്. ധാരാളം സഭകൾ എൽ ഷായ് മിനിസ്ട്രിക്കുണ്ട്. ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, അത് ലോകമെമ്പാടുമുണ്ട്. ഇറ്റ്സ് എ ഗ്ലോബൽ ചർച്ച്. അതുകൂടാതെ ചില സമയങ്ങളിൽ അങ്ങ് വളരെ ആഴത്തിലുള്ള ടീച്ചിങ്സ്, ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിൽ, ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആഴത്തിലുള്ള ഡോക്ട്രിൻസ്, ഉപദേശ വിഷയങ്ങളൊക്കെ
വളരെ സാധാരണക്കാരന് പോലും മനസ്സിലാകാവുന്ന നിലയിൽ അത് പഠിപ്പിക്കാനുള്ള കൃപ ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ, ടീച്ചർ എന്ന നിലയിൽ ദൈവം തന്നിട്ടുണ്ട്. അതുകൂടാതെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ക്രൗഡ് എന്നോട് സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രൊഫറ്റിക്കായിട്ട് പെട്ടെന്ന് അന്തരീക്ഷം ഷിഫ്റ്റായി ഒരു പ്രൊഫറ്റിക് തലത്തിലോട്ട് കയറി ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്ന, എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഭാര്യയോടോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനോടോ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് പോലും ദൈവാത്മാവ് വെളിപ്പെടുത്തി അവരുടെ ഹീലിങ്ങിന് വേണ്ടി, അവരിൽ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് അങ്ങനെ പറഞ്ഞ് പേരുകൾ വെളിപ്പെടുത്തി, അവരുടെ താമസിക്കുന്ന സ്ഥലം വെളിപ്പെടുത്തി, ഓഫീസിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി, അവരുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്ന അങ്ങോട്ട് ചോദിക്കും. അവരിങ്ങോട്ട് പറഞ്ഞിട്ടല്ല, അങ്ങോട്ട് ചോദിക്കുന്ന അത് ഞാൻ വളരെ അത്ഭുതത്തോടെ ഈ കഴിഞ്ഞ മീറ്റിങ്ങിലും കൊട്ടാരക്കരയിൽ നടന്ന മീറ്റിങ്ങിൽ ഒരു സംഭവം അവസാനമായിട്ട് ഞാൻ വീണ്ടും അത് കണ്ടു. അത്ഭുതകരമാണത്. അപ്പോൾ പ്രൊഫറ്റിക് മിനിസ്ട്രിയിലും ആ നിലയിൽ നമ്മൾ ബൈബിളിൽ പറയുന്ന പ്രവാചകന്മാരുടെ പ്രവചന ശുശ്രൂഷകൾ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തി അവരോടുള്ള കാര്യങ്ങൾ പ്രൊഫറ്റിക്കായിട്ട് സംസാരിച്ച് ഡിക്ലെയർ ചെയ്ത് പോകുന്ന ഒരു തലം കണ്ടിട്ടുണ്ട്. വീണ്ടും ഒരു ഇടയൻ എന്ന നിലയിൽ ആസ് എ പാസ്റ്റർ ഈ ചർച്ചിനെ ലീഡ് ചെയ്യുന്നു. ചർച്ചിലെ അജഗണങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും കൈത്താങ്ങലും അവരോട് വളരെ കമ്പാഷനേറ്റായിട്ട് അവരോട് അടുത്ത് ഇടപഴകുകയും ഒരു ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ട് പോകുന്നത് പോലെ അങ്ങനെ മേയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ സുവിശേഷം പ്രസംഗിച്ച് മീറ്റിങ്ങുകൾ നടത്തുന്ന സമയത്ത് അനേകം ആളുകൾ യേശുവിനെ അറിയാനും യേശുവിനെ കേൾക്കാനും അവരുടെ ജീവിതം രൂപാന്തരപ്പെടാനും പലവിധമായിട്ടുള്ള മദ്യപാനാസക്തിയിലും കുടുംബ തകർച്ചയിലും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിലും അലയുന്നവർ അതിൽ നിന്നെല്ലാം കരകയറത്തക്കവണ്ണം ഒരു പിടിവള്ളിയായിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് അത് അസാധാരണമായ മീറ്റിങ്ങുകൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ 5 ഫോൾഡ് മിനിസ്ട്രി, ബൈബിളിൽ പറയുന്ന ആ 5 ഫോൾഡ് മിനിസ്ട്രി 5 വിധ ശുശ്രൂഷകൾ അങ്ങ് ചെയ്യുന്നുണ്ട്. ഞാനിത് ചോദിക്കാൻ കാര്യം, നീന്തൽ അറിയാവുന്ന ഒരാളോട് മാത്രമേ അല്ലെങ്കിൽ നീന്തിയിട്ടുള്ള ഒരാളോട് മാത്രമേ നീന്തലിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, നീന്തലിൻ്റെ ഫീൽ എങ്ങനെയാണ്, എങ്ങനെ നീന്താം എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഹൗ ടു ഓപ്പറേറ്റ് ഇൻ ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറയപ്പെടാം അല്ലെങ്കിൽ കൃപാദാനങ്ങളാൽ നിറയപ്പെടാം, എങ്ങനെയാണ് ഈ 5 ഫോൾഡ് മിനിസ്ട്രിയിൽ അങ്ങ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ സന്തോഷമാണ്. സാറേ, നമ്മളുടെ ഈ പോഡ്കാസ്റ്റിനകത്ത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൽ വളരുവാൻ അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ആഗ്രഹിക്കുന്നവർക്കും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് പ്രയോജനമാകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതൊരു സ്പിരിച്വൽ ടോക്കാണ്. സാറിപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അപ്പോസ്റ്റോലിക് മിനിസ്ട്രിയെക്കുറിച്ചും ദൈവിക കൃപാദാനങ്ങളെക്കുറിച്ചും ജനക്കൂട്ടം വരുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ തുടക്കത്തിലെ അത് ആദ്യമേ അങ്ങ് പറയാം, ഇതൊന്നും ഒരു മനുഷ്യൻ്റെ കഴിവല്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും സിദ്ധതയോ കഴിവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇത് മുഴുവൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ്. എന്നാൽ ഞാൻ അതിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് സാറ് ചോദിച്ചത് ഹൗ ടു ഓപ്പറേറ്റ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആൻഡ് ഹൗ ടു റിസീവ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളെ എങ്ങനെ സ്വീകരിക്കാം, ആ കൃപാദാനങ്ങളെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ശരിക്കും ഈ കൃപാവരം എന്നുള്ള വാക്ക് തന്നെ അവിടെ തന്നെ ഒന്നാമത്തെ തിരുത്തുണ്ട്. കൃപാവരം എന്നുള്ള വാക്ക് തെറ്റാണ്. വരം എന്നല്ല അതിന് പറയേണ്ടത്. ചിലർ പറയത്തില്ല പുള്ളി വരപ്രാപ്തനാണ്, കൃപാവരങ്ങളാൽ നിറയപ്പെട്ട ആളാണ്. ആ വേർഡ് തന്നെ തെറ്റാണ്. കൃപദാനമാണ്, അതൊരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഫ്രൂട്ട്സും ഉണ്ട്, ഗിഫ്റ്റ്സും ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തുവാ? വരവാണോ? അല്ല. ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് ദാനമാണ്. ഒരാൾ നമുക്ക് ദാനമായി തന്നാണ്. അപ്പം കൃപാദാനം എന്ന് വേണം അത് പറയാൻ. ഈ വരം എന്നൊക്കെ പറയുന്നത് ഈ നമ്മളൊക്കെ പഠിച്ച കാലത്തൊക്കെ ഇങ്ങനെ തപസ്സൊക്കെ ഇരുന്ന്
ആളുകൾ വ്രതമൊക്കെ അനുഷ്ഠിച്ചിരുന്നിട്ട് ഇങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടു വന്ന്, മകനെ ഞാൻ നിനക്ക് എന്ത് നൽകണം എന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചു മേടിക്കുന്നതാണ് ഈ വരം എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും ദൈവീക കൃപകളെ നമ്മൾ അങ്ങനെ കാണല്ല. നമ്മൾ എന്താണ്ട് ചെയ്തതുകൊണ്ട് ദൈവം നമുക്ക് തന്നതൊന്നുമല്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. അത് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 11:29 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം കൃപാദാനങ്ങളെക്കുറിച്ചും വിളിയെക്കുറിച്ചും അനുദപിക്കുന്നില്ല എന്ന്. അല്ലേ? അപ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിലേക്ക് നമുക്കിന്ന് കയറാം. എന്ന് ഞങ്ങളെ കാണുന്ന ആത്മീക ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഇതൊക്കെ സ്പിരിച്വൽ തലങ്ങളിൽ, ആത്മീക തലങ്ങളിൽ, സ്പിരിറ്റ് തലത്തിൽ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യും. അതിനാധാരമായിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ സാറിനും നോക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12 അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അതിൻ്റെ 1-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അപ്പോൾ 1-ാമത്തെ വാക്ക് തന്നെ എഴുതിയിരിക്കുന്നത് ഐ വുഡ് നോട്ട് ഹാവ് യു ഇഗ്നോറൻ്റ് എന്നുള്ള പദമാണ്. ഒരിക്കലും സ്പിരിച്വൽ ഗിഫ്റ്റുകളെക്കുറിച്ച്, ആത്മീകമായ കൃപാദാനങ്ങളെക്കുറിച്ച് നമ്മൾ അറിവില്ലാത്തവരായിരിക്കരുത്. അറിയണം. നമ്മുടെ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിലൂടെ, ഈ സ്പിരിച്വൽ ടോക്കിലൂടെ കുറച്ചൊക്കെ ഇന്ന് നമ്മളെ കേൾക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകണം. അത് ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകണം. അപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കൃപാദാനങ്ങളിൽ, മലയാളത്തിലെല്ലാം വരം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, കൃപാദാനങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. അപ്പോൾ കൃപാദാനങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവനാണ്. അപ്പോൾ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. മോശയും കൊണ്ട് ദൈവം ജയിച്ച ശുശ്രൂഷയല്ല സ്വർഗത്തിലെ ദൈവം ശിംശോനെയും കൊണ്ട് ജയിച്ച ശുശ്രൂഷയല്ല ദൈവം ദാവീദിനെയും കൊണ്ടോ മറ്റൊരാളെയും കൊണ്ടോ ജയിച്ച. ഡിഫറെൻറ്റ് ലെവലിലാണ് ദൈവം പൗലോസിനെ ഉപയോഗിച്ച പോലല്ല പത്രോസിനെ ഉപയോഗിച്ചതുപോലല്ല യോഹന്നാനെ ഉപയോഗിച്ച്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എങ്കിലും എല്ലാവർക്കും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു. സാറേ, നമ്മൾ ഈ കൃപാദാനങ്ങളുടെ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഗിഫ്റ്റ്സ് എന്നുള്ള വിഷയത്തിൽ കയറിയാൽ പിന്നെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പം ഈ തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ഒരാൾക്ക് യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയാൻ കഴിയില്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ് ഒരാൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതെന്ന് അങ്ങ് വചനത്തിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അപ്പം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പിന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങൾ ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താണ് നമ്മൾ മറുപടി കൊടുക്കാനുള്ളത്? ഇനിഷ്യലി ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നത്? അതാണ് ഇപ്പോൾ വായിച്ച വാക്യം. ഓക്കെ. ഇപ്പം ഒരാൾക്ക് രക്ഷിക്കപ്പെട്ട് ഒരു വിശ്വാസിയായി തന്നെ ഒരു കുടുംബത്തിനകത്ത് ഒതുങ്ങി പ്രാർത്ഥിച്ച് ഒരു ചർച്ചിൽ ആരാധനയ്ക്കൊക്കെ കൂടി അങ്ങനെ അങ്ങ് ജനിച്ച് ജീവിച്ച് മരിച്ചങ്ങ് പോകാൻ കർത്താവിൻ്റെ അടുത്ത് പോകാൻ പറ്റും. എന്നാൽ പൊതുസമൂഹത്തിന്, പബ്ലിക്കിന്, മറ്റുള്ളവർക്ക് നമ്മൾ പ്രയോജനമാകണമെന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ ഒരാൾ ഹീലിംഗ് ഒരാൾക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിലൂടെ ഒരാളുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ നടക്കണമെങ്കിൽ ദൈവികമായ കൃപാദാനങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇതാ ഞാനിപ്പോൾ പറഞ്ഞു തന്നെ. അതിൻ്റെ ഇടയ്ക്ക് സാറി ചോദ്യം ചോദിച്ചാൽ അതിലേക്ക് ഞാൻ വരാം. ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു. ഫോർ കോമൺ ഗുഡ്, പ്രോഫിറ്റ് വിത്ത് ഓൾ, എല്ലാവർക്കും വേണ്ടിയല്ല. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ്. കർത്താവ് എന്നിൽ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. സാറേ, നമ്മളെ ഈ ഗിഫ്റ്റ് മേടിക്കുന്ന എന്തിനാ? ഇപ്പോൾ ഈ നമ്മളെ കാണുന്ന ഈ പ്രേക്ഷകരൊക്കെ ആർക്കെങ്കിലും കല്യാണത്തിനോ പാലുകാച്ചിനോ, പാലുകാച്ചെന്ന് പറയുമ്പോൾ ഹൗസ് വാമിങ്ങിനോ ഒക്കെ കൊടുക്കാനായിട്ട്
ഗിഫ്റ്റുകൾ മേടിക്കാറുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാനാണോ? അല്ല അല്ല, ഗിഫ്റ്റ് എന്തിനാ? ഒരാൾക്ക് കൊടുക്കാനാണ്, മറ്റൊരാൾക്ക് വേണ്ടി. കൊടുക്കാൻ. എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതല്ല ഗിഫ്റ്റ്, വേറൊരാൾക്ക് വേണ്ടി മേടിച്ചതാണ് ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യെസ്. ഈ രോഗശാന്തിയും പ്രവചനവും ഈ കൃപാദാനങ്ങളെല്ലാം ഗിഫ്റ്റ്സ് ആണെന്ന്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടി. ഇപ്പം ചിലർ ചോദിക്കാറുണ്ട്, ഇയാൾ പ്രാർത്ഥിച്ച് ഒത്തിരി പേരുടെ കണ്ണ് സൗഖ്യം പ്രാപിച്ചു, പുള്ളി എന്തിനാ കണ്ണാടിയും വെച്ചുകൊണ്ട് കിടക്കുന്നത്? ഇദ്ദേഹം പ്രാർത്ഥിച്ച് പലരുടെയും കൈ സൗഖ്യമായി, പുള്ളി എന്തോ കൈവേദനയ്ക്ക് ഓയിൻമെൻ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ഈ കൃപാദാനം നമ്മുടെ കൈ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളും പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകത്തില്ലെന്നല്ലാകും. നമ്മൾ ഒരുപക്ഷെ അതിനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളോടും കരുണ കാണിക്കും. ചിലപ്പം മറ്റൊരാൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ റിജോയ് സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് ഹീലിംഗ് ഉണ്ടാവും. റിജോയ് സാറിൽ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു ഹീലിംഗിൻ്റെ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ സാറ് പ്രാർത്ഥിച്ചാൽ ഞാൻ ഹീലാവും, ഉറപ്പായിട്ടും ആവും. പക്ഷെ ദൈവം എനിക്ക് ആ ഗിഫ്റ്റ് തന്നിരിക്കുന്നത് പൊതുപ്രയോജനത്തിന്. ബൈബിൾ വായിക്കണം ആദ്യം, അത് മനസ്സിലാക്കണം. പൊതുപ്രയോജനം. ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുക, 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി കിടക്കുക. ക്രൂശിതനായി കിടക്കുന്ന സമയത്ത് ഒരു കള്ളൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ ദൈവമല്ലായിരുന്നോ, നീ ദൈവപുത്രനല്ലായിരുന്നോ, നീ നിന്നെയും രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെയും കൂടെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചത് ഇത്രയും അത്ഭുതം. അവരും താഴെ നിൽക്കുന്ന ചില പടയാളികളും ആളുകളും കളിയാക്കുന്നുണ്ട്, നീ വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തിയ ആളല്ലേ, നീ വലിയ പ്രവൃത്തിയൊക്കെ ചെയ്തവനല്ലേ, നിനക്കെന്താ ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ രക്ഷിക്കാൻ പറ്റാത്തത്? പക്ഷെ ഈ പറയുന്നവരറിയുന്നുണ്ടോ യേശു ക്രൂശിൽ മരിച്ചതും ക്രൂശിൽ കിടക്കുന്നതും യേശുവിന് വേണ്ടിയല്ല എന്നല്ല. ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങൾക്ക് ഇനിയും ജനിക്കാനിരിക്കുന്നവർക്ക്, ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളുടെയും ശാപങ്ങളുടെയും പരിഹാരമായിട്ടാണ് ക്രിസ്തു ക്രൂശിതനായെന്ന് ഈ പറയുന്നവൻ അറിയത്തില്ല. ഇതുപോലെയാണ് ആളുകൾ ഇന്നത്തെ കാലത്തും ചോദിക്കുന്നത്. നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, ദൈവം ഒരു കൃപാദാനം, ആ ഗിഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാനല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഒത്തിരി പേരെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്ത എലീശ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എലീശ മരണഹേതുകരമായ ഒരു രോഗം പിടിച്ച് കിടന്നു എന്ന്. അതെ, ഏറ്റവും അവസാനം അങ്ങനെയാണ് എലീശ മരിക്കുന്നത്. പഴയ നിയമത്തിലാണെങ്കിൽ പോലും ഒരു പ്രവാചകൻ ഓപ്പറേറ്റ് ചെയ്തത്, അദ്ദേഹം അത്ഭുത പ്രവർത്തികൾ, മിറക്കിൾസ് ചെയ്തത് സ്വന്തം ഹീലിങ്ങിന് വേണ്ടിയോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറ്റുള്ളവരുടെ ഒരു പ്രയോജനത്തിന് വേണ്ടിയാണെന്ന് ഈവൻ പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസോ താൻ ഹീലിംഗ് മിനിസ്ട്രി ഇല്ലാത്ത ആളാണോ? പ്രൊഫറ്റിക് ഇല്ലാത്ത ആളാണോ? 9 കൃപാദാനങ്ങളെയും ഓപ്പറേറ്റ് ചെയ്ത 5 ശുശ്രൂഷകളും അപ്പോസ്റ്റോലിക്കിന്റെ 5-fold മിനിസ്ട്രിയും ഓപ്പറേറ്റ് ചെയ്ത ആളാണ് പോൾ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആളാണ്. ആ മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളിൽ, പ്രതിസന്ധിയിൽ, കഷ്ടതയിൽ നിലവിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ദൈവത്തോട്. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന്. അപ്പം നമ്മുടെ ആളുകൾക്ക് വെറുതെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ, അത് അവരുടെയും കുറ്റമല്ല, നമ്മളാരെയും പഴി പറയുമല്ല, കംപ്ലൈൻറ്റ് പറയില്ല, അവർക്ക് ഇതുവരെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒരാളുടെ മേളിൽ ദൈവം ഒരു അഭിഷേകം പകർന്നിരിക്കുന്നത്, രോഗശാന്തിയുടെ കൃപ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അനോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആ പുള്ളിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ പാസ്റ്റർമാരോടൊക്കെ ചിലപ്പോൾ ഒത്തിരി ട്രാവലിംഗ് ഒക്കെ ചെയ്തു വരുമ്പം ഷോൾഡറിനും ഈ കഴുത്തിനുമൊക്കെ നല്ല പെയിനായിരിക്കും. വണ്ടിയിൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയും ഒക്കെ വണ്ടിക്കകത്തോട്ട് കയറുമ്പം ജിജി പാസ്റ്ററോടോ നമ്മുടെ കൂടെയുള്ള ദൈവദാസന്മാരോട് പറയും, മോനെ ഒന്ന് പ്രാർത്ഥിച്ചേന്ന് പറയും. ഇപ്പം നമ്മുടെ പ്രിൻസ് അച്ചാൻ, റാന്നിയിലെ പാസ്റ്റർ പ്രിൻസ്, അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കാൻ നമ്മൾ വിളിക്കുമ്പം അദ്ദേഹം പ്രാർത്ഥിക്കാൻ പറയും. തിരിച്ച് ഞാനും പറയും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദൈവപുരുഷൻ, ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഞാൻ അദ്ദേഹത്തോട് ഒരു വാക്ക് പറയും, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറയും. അപ്പം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടവരാണ്. നമ്മൾ ആരും ഇവിടെ പൂർണ്ണരോ വലിയ സിദ്ധന്മാരോ ശക്തന്മാരോ ഒന്നുമല്ല. ദൈവം നമുക്ക് ഈ കൃപ ദാനമായി നൽകിയിരിക്കുകയാണ്. മോശയെ ദൈവം അഭിഷേകം ചെയ്തത് മോശയ്ക്ക് വേണ്ടിയല്ല,
ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ഊഴിയവിചാരകന്മാർ നിമിത്തം അവരുടെ നിലവിളി കേട്ട് അവരുടെ കണ്ണുനീര് കണ്ട് ഒരു ജനതയുടെ പരിഹാരമായിട്ട്, ഒരു ജനതയുടെ സൊല്യൂഷനായിട്ടാണ് ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചത്. യെസ്. മറ്റാർക്കൊക്കെയോ അനുഗ്രഹമാകാൻ, മറ്റാർക്കൊക്കെയോ നന്മയാകാൻ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുക. ആമേൻ. ആ കൂട്ടത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ളത് സത്യവുമാണ്. അത് ദൈവത്തിന് മഹത്വം, അത് ദൈവത്തിൻ്റെ കരുണയാണ്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണം എന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. ലേഖനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കതിൽ കണ്ണുകടി ഉണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, അത് ദൈവീകമായ തീരുമാനമാണ്, അത് ദൈവത്തിൻ്റെ ഫേവറാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ആ വാക്യത്തിൽ ആത്മാവിൻ്റെ ആ കൃപാദാനങ്ങൾ, ആ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു, പബ്ലിക്കിന് വേണ്ടി നൽകിയിരിക്കുന്നു. അപ്പം ആ ചോദ്യത്തിൻ്റെ ആവശ്യം ഇനി ഇല്ല. ഞാൻ ചില ദേവദാസന്മാരൊക്കെ വളരെ പ്രയാസത്തിലൂടെ പ്രശ്നത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പോയി ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. ഈ മനുഷ്യന് ഇത്രയും അത്ഭുതങ്ങളൊക്കെ ശുശ്രൂഷകളൊക്കെ നടത്തിയിട്ട് ഇത്രയും ആളുകളെ നയിച്ചിട്ട് ഇദ്ദേഹത്തിന് എന്താ ഇങ്ങനെ പറ്റിയെന്നുള്ള ചോദ്യം, അത് നല്ല ചോദ്യം അല്ല. അതൊരു നല്ലൊരു മനുഷ്യൻ അങ്ങനെ ചോദിക്കത്തില്ല. ഇപ്പോൾ സാമുവേൽ പ്രവാചകനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു. പ്രവാചകനായ സാമുവേൽ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി ജീവകാലം മുഴുവൻ നടന്നു. ദാൻ മുതൽ ബർഷേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു, അല്ലേ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മനുഷ്യനായിരുന്നു. രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് രാജാക്കന്മാരായി എഴുന്നേൽപ്പിച്ച അഭിഷിക്തനായിരുന്നു. സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് രാജാവല്ലായിരുന്നു. സാമുവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പം ശൗലൻ രാജാവല്ലായിരുന്നു. പക്ഷേ സാമുവേൽ അഭിഷേകം ചെയ്താൽ അവർക്ക് രാജാവാകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നു സാമുവേൽ. പക്ഷെ സാമുവേലിൻ്റെ തലമുറ വഴിതെറ്റി പോയില്ലേ? സാമുവേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഞാൻ കഴിഞ്ഞ സൺഡേയിൽ 17-18 ക്വാളിറ്റികൾ സാമുവേലിനെ കുറിച്ച് പ്രസംഗിച്ചു, അല്ലേ? ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം കൊടുത്ത ഹന്നയുടെ മകൻ. പക്ഷെ സാമുവേലിൻ്റെ തലമുറ വഴിതെറ്റിപ്പോയി. അവർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടുപോയി എന്ന് കരുതി സാമുവേൽ പ്രവാചകനല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സാമുവേൽ അഭിഷിക്തനല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം ദൈവം എപ്പോഴും കൃപാദാനങ്ങളെ നൽകുന്നത്, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, അവർ അഭിഷേകത്തിൽ നിറയണം, അവർ ദൈവവഴിയിൽ ജീവിക്കണം, നമ്മളത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദൈവിക പദ്ധതിയിലിരിക്കുന്ന കാര്യങ്ങളതല്ല. ഈ സ്മിത്ത് ബഗിൾസ്വർത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്, അദ്ദേഹം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. എവിടെ എന്ത് രോഗത്തോടും ഭൂതാത്മാക്കളോടും അദ്ദേഹത്തിന് ഭയങ്കര ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടെ, എന്ന് പറഞ്ഞാൽ അത് ആ ശരീരത്തിൽ നിന്ന് മാറിയേ ഒക്കൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി പോലെ അദ്ദേഹത്തിനുണ്ട്. യെസ്. അദ്ദേഹം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1, 2, 3 പാൻസ് അകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ രക്തസ്രാവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൂട്ടമായിട്ടുള്ള ഹീലിംഗ് നടക്കുകയാണ്. പക്ഷേ അന്നേരം ഇദ്ദേഹം അകത്ത് ഇങ്ങനെ രക്തം കിരിഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്നിട്ട് ദൈവത്തോട് ഉള്ളിൽ കരഞ്ഞ്, അദ്ദേഹത്തിന് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിരുന്ന, കിഡ്നി സ്റ്റോൺസിൻ്റെ ഒത്തിരി സ്റ്റോൺസ് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലീഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ നിന്ന്. ഇങ്ങനെ കിഡ്നി സ്റ്റോണിൽ ഒത്തിരി പേര് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ള അനേകം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ സൗഖ്യമായിട്ടുണ്ട്. ഇദ്ദേഹം അതിനെക്കുറിച്ച് എനിക്ക് ഹൃദയഭേദകമായിട്ട് തോന്നിയൊരു കാര്യം, ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ ദൈവത്തോട് കരയും, കർത്താവേ, ഇവരെ സൗഖ്യമാക്കുന്നതിനോടൊപ്പം എന്നെയും കൂടെ ഒന്ന് സൗഖ്യമാക്കണേ. ഇതാരുടെയും കഴിവല്ല, ഇതാരുടെയും ഒരു സ്വന്തം ശക്തിയൊന്നുമല്ല. ചിലർ അങ്ങനെ ഇതിനെ കാണുന്നത്, അങ്ങനെ ഇതിനെ ചിത്രീകരിക്കുന്നത്. ചാൾസ് സ്പർജൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായിട്ട് ഡെയിലി പ്രസംഗമാണ്, ആളുകൾ കൂട്ടമായിട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഭ്രാന്തിയെപ്പോലെ അലച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചാൾസ് സ്പർജൻ പ്രസംഗകരുടെ പ്രഭുവാണ്, അതെ, പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ്. അതെ. ഇപ്പോൾ പറഞ്ഞ സ്മിത്ത് വിഗിൾസ്വർത്ത് ഇല്ലേ, അദ്ദേഹം അവസാനം ഉയർപ്പിച്ചത് തൻ്റെ ഭാര്യയാണ്. യെസ്, തൻ്റെ ഭാര്യയാണ്, മരിച്ചുപോയ തൻ്റെ ഭാര്യയാണ് അവസാനം ഉയർപ്പിച്ചത്. അത്ര ശക്തനായ മനുഷ്യനായ മനുഷ്യനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ കുറച്ച് കൾച്ചറുകളും കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ല കൾച്ചറുകളും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു ഒരു ദൈവകൃപയോ ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ആത്മീയ കൃപാദാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അങ്ങ് ദൈവമായിട്ട് കാണും.
അവരെ അങ്ങ് വലിയ ആളായിട്ട് കാണാം. ഞാൻ സ്നേഹത്തോടെ എന്നെ കാണുന്ന പ്രേക്ഷകരോടും എൻ്റെ കേൾക്കുന്ന സഹോദരങ്ങളോടും ഞാൻ പറയുന്നത്, എൻ്റെ എല്ലാ മീറ്റിങ്ങിലും, കഴിഞ്ഞ ട്രിവാൻഡ്രം മീറ്റിങ്ങിൽ ഉൾപ്പെടെ ഞാനിത് പറഞ്ഞ കാര്യം ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് പറയുമല്ല, എൻ്റെ ഏത് ഹീലിംഗ് മിനിസ്ട്രിയിൽ ഞാൻ ചെയ്യുമ്പോഴതിന് മുമ്പിട്ട് ഞാനിത് പറയും, ഈ കാര്യം ഞാൻ പരാമർശിക്കും. നമ്മൾ മനുഷ്യരെ അല്ല വലുതായിട്ട് കാണേണ്ടത്, വ്യക്തികളെ അല്ല. ആ വ്യക്തിയെ ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മീറ്റിങ്ങിൽ ഒരു ഫ്ലൂട്ട് എടുത്തിട്ട് വായിക്കുന്ന ആ സഹോദരനെ നിന്ന് ചോദിച്ചു മേടിച്ചിട്ട് പറഞ്ഞു, ഇതൊരു പുല്ലാങ്കുഴലാണ്, ഇതൊരു ഈറത്തണ്ടാണ്, ഇത് വായിക്കാൻ അറിയാവുന്ന ഈ മകൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ഇതിനകത്ത് നിന്ന് നല്ല നാദങ്ങൾ പുറപ്പെടുന്നത്. കീബോർഡ് ആശിഷ് ബ്രദർ വായിക്കുമ്പം ഞാൻ ആശിഷിനോട് പറഞ്ഞു, മോനെ കീബോർഡിൽ നിന്ന് കൈയെടുക്കാൻ പറഞ്ഞു. പിന്നൊന്നും കേൾക്കാനില്ല. അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, അതിനെ ഉപയോഗിക്കുന്നതൊരു കരമാണ്. ആ കരം അതിൻ്റെ മേളിൽ വന്നില്ലെങ്കിൽ അതിൽ നിന്ന് നാദങ്ങൾ പുറത്തു വരില്ല. ഇതുപോലെ ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ് മറ്റാർക്കൊക്കെയോ വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവീകമായ കൃപാദാനങ്ങൾ, ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുകയാണ്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുക്കുവീൻ, നിങ്ങൾ പുറപ്പെടുവീൻ, മരിച്ചവരെ ഉയർപ്പിക്കുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ. അല്ലേ? കർത്താവ് നൽകിയ നിർദ്ദേശമല്ലേ അത്. ആ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃപാദാനങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നാണ്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. റെയ്നാഡ് ബോങ്കെ ഒന്നേ ഉള്ളൂ, ബെന്നിഹിൻ ഒന്നേ ഉള്ളൂ, PG വർഗീസങ്ങൾ ഒന്നേ ഉള്ളൂ, ടിനു പാസ്റ്റർ ഒന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഒരാളെ പോലാകാൻ മറ്റൊരാൾക്ക് പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മേളിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾ ഇമ്പാർട്ട് ചെയ്യപ്പെടാം, ആ അഭിഷേകം പകരപ്പെടാം. പക്ഷെ ദൈവത്തിന് ഒരു മോശയേ ഉള്ളൂ, ദൈവത്തിന് ഒരു ശിംഷോനേ ഉള്ളൂ, ദൈവത്തിന് ഒരു ഗിദയോനേ ഉള്ളൂ. പല ഗിദയോന്മാരില്ല. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, പീറ്റർ യു ആർ ദ ഫസ്റ്റ്. ഒന്നാമൻ പത്രോസ് ഒന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ, ആ സമൂഹത്തോടും ജനതയോടുമുള്ള ബന്ധത്തിൽ, അന്നത്തെ കാലത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സ്വർഗത്തിലെ ദൈവം ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. അതൊരു സത്യമായ കാര്യമാണ്. ഇനി നമുക്ക് ആ 8ാമത്തെ വാക്യത്തിലേക്ക് വരാം. സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഓരോരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുത്തന് പലവിധ ഭാഷകൾ, വേറൊരുത്തന് ഭാഷകളുടെ വ്യാഖ്യാനം. 9 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9 കാര്യങ്ങൾ. അത് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് 9 കാര്യങ്ങളും അവിടെ കാണാൻ കഴിയും. ഒന്ന് വേർഡ് ഓഫ് വിസ്ഡം, ദൈവം തരുന്ന പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന കൃപാദാനങ്ങളിൽ ഒന്ന് വേർഡ് ഓഫ് വിസ്ഡം, 2 വേർഡ് ഓഫ് നോളജ്, 3 ഫെയ്ത്ത്. ഈ 2 രീതിയിലുള്ള ഫെയ്ത്ത് ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ഫെയ്ത്ത് ലെവലുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു നോർമൽ ഫെയ്ത്ത് ഉണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. 4ാമത്താണ് ഗിഫ്റ്റ്സ് ഓഫ് ഹീലിങ്സ്. ഹീലിംഗ് എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഗിഫ്റ്റ്സ് ഓഫ് ഹീലിങ്സ്. അപ്പോൾ രോഗശാന്തികളുടെ വരം ഞാൻ ആദ്യമേ തിരുത്തിയായിരുന്നു, വരമല്ല, ദാനമാണ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദാനമാണ്. അപ്പോൾ അടുത്ത 5ാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ദ വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, വീര്യപ്രവർത്തികൾ. 6ാമത്തത് പ്രൊഫറ്റിക്. 7ാമത്തത് ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്. 8ാമത്തത് കൈൻഡ് ഓഫ് ടങ്സ്, പലവിധ ഭാഷകൾ. 9ാമത്തത് ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ടങ്സ്, ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് ഈ 9 കാര്യങ്ങൾ നമ്മൾ ഒന്ന് അടുക്കും ചിട്ടയോടും കൂടെ ഒന്ന് പഠിക്കാനായിട്ട് ഈ പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മളെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. കാരണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ
നിങ്ങൾ ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരാകരുത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. അത് വാഞ്ചിക്കണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വരങ്ങളെ വാഞ്ചിപ്പിൻ. ഇത് ചിലർ ചോദിക്കാറുണ്ട്, അത് അങ്ങനെയൊക്കെ നമ്മൾ വാഞ്ചിക്കുന്നത്, ഡിസയർ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ കർത്താവ് തന്നെ കമാൻഡ് ചെയ്യുന്നുണ്ട്. അതെ, കാരണം നമ്മുടെ ഉള്ളിലെ ചില വാഞ്ചകളൊക്കെ ആത്മീയ കാര്യങ്ങളോട് താല്പര്യം ഉള്ളതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 14:1 എഴുതിയിരിക്കുന്നത് അല്ലേ? 1 കൊരിന്ത്യർ 14:1 എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിക്കുവീൻ. ആൻഡ് ഡിസയർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ഡിസയർനെസ്, ആഗ്രഹം. നമ്മുടെ ഹൃദയത്തിൽ ആ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ സ്വീകരിക്കുവാനുള്ള ഒരാഗ്രഹം, അത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാഗ്രഹം. ഉറപ്പാണ്. കാരണം സങ്കീർത്തനം 20:4 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, നല്ല ദൈവഹിത പ്രകാരമുള്ള ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കുന്ന ആളാണ്. എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് ഹീലിംഗ് മിനിസ്ട്രിയിൽ പ്രയോജനപ്പെടണം, എനിക്ക് പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ കയറി വരണം എന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളെ ദൈവം ഭയങ്കരമായിട്ട് ഓണർ ചെയ്യുന്ന ദൈവമാണ്. എനിക്ക് നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ഇന്നത്തെ ഈ സ്പിരിച്വൽ ടോക്കിൽ നമ്മളെ കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് വളരെ ഗൗരവമായിട്ട് കേൾക്കുകയും എഴുതിയെടുക്കുകയും കാണുകയും ചെയ്യണം. അത് ഒത്തിരി നിങ്ങളുടെ ലൈഫിനോടുള്ള ബന്ധത്തിൽ ഇത് പ്രയോജനപ്പെടാൻ പോകുന്നൊരു കാര്യമാണ്. പൗലോസ് തന്നെ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 2:5, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. ഞങ്ങളുടെ പ്രസംഗവും ഞങ്ങളുടെ വചനങ്ങളും ഒന്നും കുറച്ച് ബുദ്ധിക്കകത്തുള്ള പ്രയോഗങ്ങളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമത്രയായിരുന്നു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഓഫ് പവർ എന്നുള്ളതാണ്. അപ്പോൾ ആ സ്പിരിറ്റിൻ്റെ ഡെമോൺസ്ട്രേഷനും ആ ശക്തിയുടെ പ്രകടനങ്ങളായിരുന്നു ഞങ്ങളുടെ ശുശ്രൂഷകൾ. അപ്പോൾ അതിന് കൃപാദാനങ്ങൾ വളരെ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് നോക്കാം. ഞാനിതിനെ 3 കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കാം. 3 കാറ്റഗറിയായി ഈ കൃപാദാനങ്ങളെ നമ്മൾ 9 എണ്ണം ഇപ്പം കൗണ്ട് ചെയ്തു. ഒന്നാമത്തെ ടൈറ്റിൽ റെവലേഷൻ ഗിഫ്റ്റ്സ്. റെവലേഷൻ അത് വെളിപ്പാടുകളിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് റെവലേഷൻ ഗിഫ്റ്റ്. രണ്ടാമത്തേത് നമുക്ക് പവർ ഗിഫ്റ്റ് എന്ന് നമുക്ക് ടൈറ്റിൽ ചെയ്യാം. പവർ ഗിഫ്റ്റ്, ശക്തി. ആ ഗിഫ്റ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പവർ ഓഫ് ഗോഡ് ആയിരിക്കും. മൂന്നാമത്തത് വോക്കൽ ഗിഫ്റ്റ്. മൂന്നാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് വോക്കൽ ഗിഫ്റ്റ്. വോക്കൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ശബ്ദം, അതൊരു വോയിസ് ആയിരിക്കും. ഓക്കെ, 3 കാറ്റഗറി. അപ്പോൾ ഈ റെവലേഷൻ ഗിഫ്റ്റിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ആഡ് ചെയ്യാം. റെവലേഷൻ ഗിഫ്റ്റിനകത്ത് ഒന്ന് എ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വചനം. 2 എ വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിൻ്റെ വചനം. 3 ഡിസൈനിങ്സ് ഓഫ് സ്പിരിറ്റ്, ആത്മാക്കളുടെ വിവേചനം. ഇത് 3 റെവലേഷൻ ഗിഫ്റ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ ടൈറ്റിലാണ് പവർ ഗിഫ്റ്റ്, ശക്തിയാൽ ഉപയോഗിക്കപ്പെടുന്നത്. അതിനകത്ത് ഫെയ്ത്ത്, വിശ്വാസം എപ്പോഴും ദൈവശക്തിയെ കൊണ്ടുവരും. ഫെയ്ത്ത്. ഗിഫ്റ്റ്സ് ഓഫ് ഹീലിങ്സ്, രോഗശാന്തിയുടെ ഗിഫ്റ്റ്. എപ്പോഴും ഹീലിംഗ് മിനിസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫെയ്ത്തിലാണ്, വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. 3 വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, വീര്യപ്രവർത്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. അത് ശരിക്കും പവർ ഗിഫ്റ്റാണിത്. ഇത് 3. മൂന്നാമത്തെ പ്രധാന ടൈറ്റിലാണ് വോക്കൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്, ശബ്ദം. ആ ശബ്ദമാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടങ്സ് എന്നെഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ പലവിധ ഭാഷകൾ. നമ്മൾ ഭാഷ സംസാരിക്കുന്നത് ശബ്ദമല്ലേ, വോയിസ് അല്ലേ. ഇൻ്റർപ്രട്ടേഷൻ ഓഫ് ടങ്സ്, ആ ഭാഷകളുടെ വ്യാഖ്യാനം, അതും വോക്കൽ ഗിഫ്റ്റ്. പ്രൊഫസി, പ്രവചനം. പ്രവാചകൻ എന്ന് പറയുന്നത് വോയിസ് ആണ്. ദ അപ്പോസ്റ്റോലിക് മിനിസ്ട്രി ഈസ് എ ഹാൻഡ്സ് ഓഫ് ഗോഡ്. അപ്പോസ്തോലിക് മിനിസ്ട്രി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൈയാണ്, എസ്റ്റാബ്ലിഷിംഗ് ആണ്. പ്രൊഫറ്റിക് എന്ന് പറയുന്നത് വോയിസ് ആണ്, ദൈവത്തിൻ്റെ മൗത്ത്, ദൈവത്തിൻ്റെ വായാണ്, ദൈവത്തിൻ്റെ ശബ്ദം റിലീസിംഗ് ആണ്. എപ്പോഴും പ്രവാചകൻ പ്രവചിക്കുകയും ഒരു പ്രൊഫറ്റിക്കായിട്ടുള്ള ഒരു കാര്യം റിലീസ് ചെയ്യുകയും ഒരു അപ്പോസ്തലൻ അതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്താൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. അത് നടന്നിരിക്കും. കാരണം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേളിലാണ്
സകലതും ദൈവം പണിതിരിക്കുന്നത്, പ്രത്യേകിച്ച് സഭയെ ദൈവം ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും വേണം. ഇത് രണ്ടും കൈകോർത്താൽ അസാധാരണമായ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: റെവലേഷൻ ഗിഫ്റ്റ്, പവർ ഗിഫ്റ്റ്, വോക്കൽ ഗിഫ്റ്റ്. ആ റെവലേഷൻ ഗിഫ്റ്റിലാണ് മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. അതിൻ്റെ പവർ ഗിഫ്റ്റിനകത്ത് വരുന്നതാണ് വിശ്വാസം, രോഗശാന്തിയുടെ വരം, വിവിധ വീര്യപ്രവൃത്തി. വോക്കൽ ഗിഫ്റ്റിൽ വരുന്നതാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടങ്സ്, വിവിധ ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനപരം. എ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ വചനം അല്ലേ. ജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയാണ്, ഒരു കൃപാദാനം തന്നെയാണ്. കാരണം ബൈബിളിലെ സദൃശ്യവാക്യങ്ങൾ 15:2 എഴുതിയിട്ടുണ്ട്: ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. അപ്പോൾ ഇതെഴുതിയിരിക്കുന്ന ശലോമോൻ തന്നെ ദൈവത്തോട് ഇത് ചോദിച്ചു മേടിച്ച ആളാണ്. ഈ വിസ്ഡം അത് ദൈവം തരുന്നതാണ്. ഈ വിസ്ഡം ചിലർ പറയത്തില്ല, അവനൊരു മണ്ടനാ, അവനൊരു പൊട്ടനാ, അവനൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ശരിക്കും അങ്ങനെ പറയരുത് എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പം ഈ വിസ്ഡം എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മളിൽ പകരപ്പെടുന്ന ഒരു കൃപാദാനമാണ്. അത് ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ എഴുതിയിരിക്കുന്നു. ഒരാളിപ്പം അവന് ജ്ഞാനം കുറവാണെങ്കിൽ, അവന് ഇച്ചിരി ബുദ്ധി കുറവാണെങ്കിൽ, അവന് ആ വിസ്ഡം ഇല്ലെന്ന് നമുക്ക് ഫീൽ ചെയ്താൽ അവനോട് പ്രാർത്ഥിക്കുക, അവനോടും പ്രാർത്ഥിക്കാൻ പറയണം, ദൈവത്തോട് ചോദിക്കാൻ പറയണം. ദൈവമേ, നിൻ്റെ ജ്ഞാനം, നിൻ്റെ വിസ്ഡം എനിക്ക് തരണം, എൻ്റെ മക്കളുടെ മേളിൽ ആ വിസ്ഡം നീ കൊടുക്കണം, എൻ്റെ കൂട്ടുവേലക്കാരൻ്റെ മേളിൽ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന് ആ വിസ്ഡം നീ കൊടുക്കണം. അത് ചോദിച്ചാൽ തരുമെന്നാണ്, യാചിച്ചോളാനാണ് എഴുതിയിരിക്കുന്നത്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ ശലോമോനാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ദൈവത്തോട് ചോദിച്ചു മേടിച്ച്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിനകത്ത് ശലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്: ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. മൂർച്ചയില്ലാത്തൊരു വാളോ ഇരുമ്പോ എടുത്ത് ഉപയോഗിച്ചാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് പ്രയോജനമുള്ളതെന്ന് പറയുമ്പം നല്ല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്, മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ് നല്ല വിസ്ഡമുള്ളൊരു മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളെല്ലാം മുറിഞ്ഞു പോകും. ശത്രു കൊണ്ടുവയ്ക്കുന്ന ഒരുമാതിരിപ്പെട്ട തടകളെല്ലാം, ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോകും. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുക്കും. അതെ, അത് ശരിക്കും യേശു കർത്താവ് കർത്താവിൻ്റെ മിനിസ്ട്രി നോക്കിയാൽ ഈ വിസ്ഡം എന്ന് പറയുന്ന ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തത് യേശു ക്രിസ്തു തന്നെയാണ്. ശലോമോൻ കഴിഞ്ഞാൽ ശലോമോനേക്കാൾ വലിയവനാണ് ക്രിസ്തു. അപ്പം നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ 12-ാം അധ്യായത്തിൽ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ശരിക്കും യേശു അവിടെ ഉപയോഗിച്ചത് വിസ്ഡമാണ്. ആ വിസ്ഡമാണ് അവിടെ ഉപയോഗിച്ചത്. ഒരു പാപിനിയായ സ്ത്രീയെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ആ യഹൂദന്മാരെ എല്ലാവരുടെയും കൈ കല്ലിരിപ്പുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ കല്ല് ഇവളെ എറിയാൻ എടുത്താന്ന്. ശരിക്കും പറഞ്ഞാൽ ആ കല്ല് അവളെ എറിയാൻ എടുത്തല്ല, ഇവർ പ്ലാനിങ്ങോടുകൂടെ വന്നതാണ്. ആ കല്ല് യേശുവിനെ എറിയാനുള്ള കല്ലായിരുന്നു ഉറപ്പായിട്ട്. അവർ വന്നിട്ട് ഈ സ്ത്രീയെ നടുക്ക് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഇവളെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുകയാണ്, മോശയും ന്യായപ്രമാണവും പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്, നിനക്കെന്താണ് ഇതിൽ പറയാനുള്ളത്? അപ്പം അവിടെ യേശു കർത്താവ് ഇവരോട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലൂ, ന്യായപ്രമാണത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടനെ പറയും, ഇത്രയും ദിവസം നീ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് നീ പാപികളെ രക്ഷിക്കാൻ വന്നുവെന്നാണ്, നീ പാപികളുടെ രക്ഷകനെന്നാണ്. ഇപ്പം നീ പറയുന്നു പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ. ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും, ഇവൻ പാപിയുടെ രക്ഷകനല്ലെന്ന് മനസ്സിലാവുന്നു. എന്നാൽ യേശു പറയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുത്. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് യെസ് അല്ലേ നോ ഇതല്ലേ പറയുന്നത്. അപ്പം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് യേശു പറഞ്ഞാൽ ഉടനെ ഇവർ പറയും, കണ്ടോ ഇവൻ ദുരുപദേശകനാണ്. മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്
ഇങ്ങനെ ചെയ്യുന്നവരെ, വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. അപ്പോൾ ഇവൻ ബൈബിൾ അനുസരിക്കുന്നവനല്ല, ഇവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനല്ല, ഇവൻ ദുരുപദേശകനാണ്. അപ്പോൾ ദുരുപദേശകന്മാരെ, ന്യായപ്രമാണം അനുസരിക്കാത്തവനെ എറിയണമെന്നുള്ളതാണ്. അതെ. അപ്പോൾ യേശു കർത്താവ് ഇവളെ കല്ലെറിഞ്ഞ് കൊന്നോളാൻ പറഞ്ഞാൽ യേശു പാപിയുടെ രക്ഷകനല്ലാതാകും. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദുരുപദേശകനാകും. ഇത് രണ്ട് പറഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന കല്ല് യേശുവിൻ്റെ മേളിൽ വീഴും. മനസ്സിലാവുന്നുണ്ടോ? ഉടനെ കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി എന്നാണെന്നറിയോ? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അങ്ങനെ ഒരു മറുപടി ഇവർ പ്രതീക്ഷിച്ചതേയില്ല. വിസ്ഡമാണ്, ആ വിസ്ഡം ഉപയോഗിച്ചതാണ് കർത്താവ്. അതിൻ്റെ മുമ്പിൽ ഒരെണ്ണത്തിനൊരു അക്ഷരം പറയാൻ പറ്റാതെ അവരുടെ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ചെറിയവനും ഇളയവനും എല്ലാം കല്ല് താഴെയിട്ടിട്ട് പോയി. അപ്പം വിസ്ഡം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒന്നാണ്, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒന്നാണ്. അത് ചോദിച്ച് മേടിക്കാൻ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമുക്ക് ഈ ഒരു സ്പിരിച്വൽ ടോക്കിൽ ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ടൈം പീരീഡ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ജ്ഞാനവും പരിജ്ഞാനവും ഒന്നിച്ച് പറയാം. രണ്ടാമത് പറയുന്നുണ്ട് പരിജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും. അല്ലാതെ രണ്ടും വിസ്ഡം എന്ന് എഴുതേണ്ടതല്ലേ. ഒന്ന് വിസ്ഡമാണ്, മറ്റേത് നോളജാണ്. അപ്പോൾ പരിജ്ഞാനമെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്രവൃത്തി തലത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രവർത്തന മേഖലയിൽ പരിജ്ഞാനത്തോടെ സംസാരിക്കുന്നു, പരിജ്ഞാനത്തോടെ ബിഹേവ് ചെയ്യുന്നു, ഇടപെടുന്നു, പരിജ്ഞാനത്തോടെ ആ വിഷയം ഡീൽ ചെയ്യുന്നു. ഇത് രണ്ടും വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും രണ്ടും രണ്ടാണ്. നോളജ് നമ്മൾ വിചാരിക്കുന്ന അറിവ് എന്നുള്ളതാണ്, പക്ഷെ പരിജ്ഞാനം എന്നുള്ളതാണ് കൃത്യമായൊരു വാക്ക് തന്നെ. അതുകൊണ്ടാണ് ബൈബിളിലും പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 1 രാജാക്കന്മാർ പുസ്തകം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതേ ശലോമോൻ്റെ വിഷയത്തിൽ തന്നെ പുള്ളി ഭയങ്കര പരിജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. അതിൻ്റെ 16 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് 2 വേശ്യ സ്ത്രീകൾ രാജാവിൻ്റെ അടുക്കൽ വന്ന് രാജാവിൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് അതിലൊരുത്തി രാജാവിനോട് പറയാണ്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രാത്രി ഇവൾ തൻ്റെ മകൻ്റെ മേളിൽ കിടന്നതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികിൽ നിന്ന് അടിയൻ്റെ മകനെ എടുത്ത് അവളുടെ പള്ളയ്ക്കലും അവളുടെ മരിച്ച മകനെ അടിയൻ്റെ പള്ളയ്ക്കലും കിടത്തി. രാവിലെ കുഞ്ഞിനെ മുല കൊടുക്കുവാൻ അടിയൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ അത് മരിച്ചു കിടക്കുന്ന കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ച് നോക്കിയാറ് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അപ്പോൾ ഇവിടെ 2 പേരും ഒരേ ടൈം പീരീഡിൽ പ്രസവിച്ചതാണ്. അതിനകത്ത് ഒരു സഹോദരിക്ക് ഒരു അബദ്ധം പറ്റി. ഉറങ്ങുന്ന വഴിക്ക് എങ്ങനെയോ കുഞ്ഞ് മരിച്ചുപോയി, ശ്വാസം കിട്ടാതെ മരിച്ചുപോയി. അപ്പോൾ അതിനകത്ത് ഒരാൾ മറ്റേ ആളുടെ കൊച്ചിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി, ഈ മരിച്ച കൊച്ചിനെ എടുത്ത് അപ്പുറത്ത് കൊണ്ട് കിടത്തി, ഒരു മാറ്റം നടത്തി. അപ്പോൾ ഇത് രാജാവിൻ്റെ മുമ്പിൽ, ശലോമോൻ്റെ മുമ്പിൽ വരികയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ പരിജ്ഞാനം നമ്മൾ ശ്രദ്ധിക്കണം. ഉടനെ രാജാവ് പറഞ്ഞു, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിൻ്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിൻ്റെ കുഞ്ഞും ജീവനുള്ളത് എൻ്റെ കുഞ്ഞും എന്ന് മറ്റവൾ പറയുന്നു. രാജാവ് പറഞ്ഞു, ഒരു വാളിഞ്ഞെടുത്തോണ്ട് വാ. ഒരു വാളിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. വാൾ കൊണ്ടുവരുമെന്ന് രാജാവ് കൽപ്പിച്ചു. ഒരു വാള് രാജസന്നിധി പെട്ടെന്ന് കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്ന്, ഇതിനെ ഞാൻ ഈ വാൾ കൊണ്ട് 2ആയി കണ്ടിച്ച് പകുതി നിനക്കും പകുതി നിനക്കും തരാമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ രാജാവിന് അതിൽ നിന്ന് മനസ്സിലായി ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ആരാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയ സങ്കീർണമായ പ്രശ്നത്തെ, അടിയും വഴക്കും ഉണ്ടാകാവുന്ന സാഹചര്യത്തെ വളരെ പരിജ്ഞാനത്തോടെ സെക്കൻഡ് കൊണ്ട്, ഒരു ക്ലാസ്സിനും പോകാതെ ആരോടും ഒന്നും ചോദിക്കാതെ രാജാവ് ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ അവിടെ കൊണ്ടുവരികയാണ്. നിസ്സാരമായിട്ട് DNA ടെസ്റ്റ് നടത്തി, നിസ്സാരമായ DNA ടെസ്റ്റ് നടത്തിയതുപോലെ ആയിപ്പോയി. അത് പരിജ്ഞാനമാണ്. ആ ഒരു വിഷയം വരുമ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു സഭയെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ദൈവദാസന്മാർക്കെല്ലാം വേണ്ട, പാസ്റ്റർമാരെല്ലാം പ്രാർത്ഥിക്കണം.
നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒത്തിരി സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പൊളിറ്റീഷ്യൻസും ഒത്തിരി എല്ലാ മേഖലകളിലും എല്ലാവരും പ്രവർത്തിക്കുകയാണ്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഇത് രണ്ടും ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. നോളജും വിസ്ഡവും, പരിജ്ഞാനവും അതിൻ്റെ പ്രായോഗിക തലവും, ജ്ഞാനവും വിവേകവും പരിജ്ഞാനം, ഇത് രണ്ടും ദൈവത്തോട് ചോദിച്ച് മേടിക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസ്ഡം വേണം, അല്ലെങ്കിൽ നോളജ് വേണം, ആ പരിജ്ഞാനം വേണം. അത് ദൈവം തരുന്ന ഒന്നാണ്, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നല്ല. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, ലൂക്കോസ് 5:10, യേശു കർത്താവ് പത്രോസും ഇങ്ങനെ കടൽക്കരയിൽ നിൽക്കുകയാണ്. അന്ന് മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മത്സ്യവും ലഭിക്കാതിരുന്ന പീറ്ററിന് യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു, അല്ലേ? അപ്പോൾ ശരിക്കും പുള്ളി അമ്പരന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ഈ മനുഷ്യന് യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വലയും വള്ളവും എല്ലാം നിറഞ്ഞ്, നമ്മുടെ ഭാഷ പറഞ്ഞ കണ്ണും തള്ളി അമ്പരപ്പെട്ട് നിൽക്കുന്ന ആ മൂമെൻറ്റിൽ യേശുവിനോട് പറഞ്ഞു, പടകും വലയും വിട്ട് എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാകും. സദൃശ്യവാക്യത്തിൽ ശലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെയാണ്. ശരിക്കും പത്രോസിനോട് ഇത് 2 ദിവസം കഴിഞ്ഞ് പറയാനിരുന്നാൽ വരൂല. മനസ്സിലാകുന്നുണ്ടോ? ആ മൂമെന്റിൽ, ആ സ്പോട്ടിൽ കർത്താവിൻ്റെ ആ പരിജ്ഞാനം, ഇവനെ തിരിക്കാനാണെങ്കിൽ, ഇവനെ പിടിക്കാനാണെങ്കിൽ ദിസ് ഈസ് ദ ഗുഡ് ടൈം. ആ വാക്ക് പറയേണ്ടടുത്ത്, പറയേണ്ട സ്ഥാനത്ത്, പറയേണ്ട സമയത്ത് ഉപയോഗിക്കുകയാണ്. അതിനാ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ അപ്പോസ്തലന്മാരുടെ കാലത്തും, യേശുവിനെ അനുഗമിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെ കാലത്തും പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ ഈ യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. കാരണം അന്നത്തെ കാലത്ത് ശിഷ്യന്മാർ പെരുകി വന്ന കാലത്ത് വിധവമാരെ പരിഗണിക്കുന്നില്ല എന്നും പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടായി. ഈ സമയത്ത് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് അപ്പോസ്തലന്മാരെ വിളിച്ചു കൂട്ടിയപ്പോൾ അപ്പോസ്തലന്മാർ കൊടുത്ത നിർദ്ദേശം എന്താ? ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ, അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ വിസ്ഡമുള്ള, ആത്മാവും ജ്ഞാനവുമുള്ള, ഹോളി ഗോസ്റ്റ് ആൻഡ് വിസ്ഡം രണ്ടും വേണം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തുകൊള്ളുകയും. അപ്പം ശരിക്കും പറഞ്ഞാൽ പരിജ്ഞാനം ദൈവിക കൃപാവരമാണ്, അത് വേണം. നല്ല പരിജ്ഞാനമുള്ളവർ എൽഡർഷിപ്പിൽ വേണം. നല്ല പരിജ്ഞാനത്തിൻ്റെ കൃപയുള്ളവർ, ആ വിസ്ഡവും ആ നോളജുമുള്ള, ആ ഗിഫ്റ്റുള്ളവർ ശരിക്കും അഡ്മിനിസ്ട്രേഷനിൽ വേണം, കുടുംബത്തിൽ വേണം. അതെല്ലാ പേരൻസിനും ഉണ്ടാകട്ടെ, എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ രണ്ടും ചോദിച്ചാൽ കിട്ടുന്നതാണെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും എല്ലാവർക്കും ലഭ്യമാകട്ടെ. ഈ പിന്നെ അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഈ സൊല്യൂഷൻ പോലും നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പം പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഈ സൊല്യൂഷൻ പോലും ആ ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമല്ലേ? കാരണം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ നമുക്കെന്നാൽ ഈ പിന്നെ വിഘടനത്തിൻ്റെ ആത്മാവിനെ ശാസിക്കാം എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം അവിടെ ഒരു വളരെ ഒരു നല്ലൊരു സൊല്യൂഷൻ കൊണ്ടുവരികയാണ്. അതും ഒരു പത്രോസിൽ അന്നേരം വ്യാപരിച്ച ആ ഒരു വിസ്ഡമാണ്. നമുക്കിതിന് ഈ നിലയിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാമെന്ന് പറയുന്നതും അല്ലേ? അതെ, അത് സാറേ, ഈ തക്ക സമയത്ത് നമ്മളുടെ ആ ഒരു ആക്ഷനാണ്. അത് ആ പരിജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ഷനാണ്. പരിജ്ഞാനത്തോടുകൂടെ അത് ആ ഒരു സാഹചര്യത്തെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത്. ആ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ. നമ്മൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ പ്രാർത്ഥിക്കണം, എല്ലാവരിലും ആ ഒരു കാര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ അന്നത്തെ കാലത്ത്, ഈ ഫിലിപ്പോസിൻ്റെ കാലത്തെ, അന്നത്തെ എത്യോപ്യയിലെ രാജ്ഞിയും അവിടുത്തെ മഹാനും കാര്യവിചാരകനുമായ മനുഷ്യനും കൂടെ ഒന്നിച്ച് തേരിനകത്ത് യാത്ര ചെയ്യുമ്പം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് വായിക്കുന്നതെന്ന് ഫിലിപ്പോസിന് മനസ്സിലായി. പക്ഷെ ആ സ്പോട്ടിൽ അതിനോട് ചേർന്ന് നടന്നിട്ട് നീ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ എന്ന ആ സ്പോട്ടിൽ ചോദിച്ച ആ ചോദ്യത്തിനകത്താണ് ആ മനുഷ്യൻ തേരി കയറി ഇരിക്കാൻ പറഞ്ഞതും സുവിശേഷം പറയാനുള്ള ആ ഒരു അവസരം ഫിലിപ്പോസിന് ലഭിച്ചതും ഈ ഒരു റിവൈവൽ അടുത്തൊരു കൺട്രിയിലോട്ട് കയറിയതും അവനെ സ്നാനപ്പെടുത്തിയതുമല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതൊരു പരിജ്ഞാനത്തോടു കൂടി ഒരു ചോദ്യമായിരുന്നത്, നീ വായിക്കുന്നില്ല, ഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പരിജ്ഞാനം, അല്ലെങ്കിൽ വിസ്ഡം, ജ്ഞാനം, പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ വരമുള്ള പലർക്കും വിവരമില്ലെന്ന് ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു കോമൺ ടോക്കാണ്. അപ്പം കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും, രോഗശാന്തിയുടെ ഗിഫ്റ്റും പ്രൊഫറ്റിക്കും ഡെലിവറൻസ് മിനിസ്ട്രിയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും വിസ്ഡം ശക്തമായിട്ടുണ്ടാകണം. അത് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബൈബിൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾക്കത് ദൈവം തരുമെന്ന്.
ശലോമോന് ദൈവം അത് കൊടുത്തു. നിങ്ങളുടെ അടുത്തന് ആ ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ ജ്ഞാനത്തെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിപ്പീൻ, എന്നാൽ അത് അവന് കൊടുക്കുമെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ റെവലേഷൻ ഗിഫ്റ്റിനകത്ത് മൂന്നാമത് വരുന്നത് ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ്സ് ആണ്, അല്ലെങ്കിൽ വിവേചനത്തിൻ്റെ വരം. അപ്പം പലർക്കും അറിയത്തില്ല ഈ വിവേചനം, ആ വാക്കുകൊണ്ടൊക്കെ ആയിരിക്കും, അത് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്ന് പറയാം. ശരിക്കും ആത്മാക്കളുടെ വിവേചനം എന്നുള്ളതാണ്. ആത്മാക്കളുടെ വിവേചനം. ഈ ഒത്തിരി സംഭവങ്ങൾ അതിനകത്ത് നമുക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അത് വളരെ അത്യാവശ്യം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജ്ഞാനം പോലെ പരിജ്ഞാനം പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് ദൈവത്താൽ നമ്മളിൽ പകരപ്പെടേണ്ട ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. കാരണം എല്ലാ ആത്മാക്കളെയും നമുക്ക് വിശ്വസിക്കാനും എല്ലാ ആത്മാക്കളെയും കൃത്യമായിട്ടല്ല, ഞാൻ പറയുന്നത് ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുമൊന്നുമല്ല, ഒരു വൃക്ഷത്തെ അറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. പലർക്കും ഗിഫ്റ്റ്സ് ഉണ്ട്, കൃപാദാനങ്ങളുണ്ട്, പക്ഷെ ഫ്രൂട്ട്സ് ഇല്ല, ഫലങ്ങളില്ല. ഇത് രണ്ടും വേദപുസ്തകത്തിനകത്തെ പുതിയ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലർക്ക് ഭയങ്കര ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് ഗിഫ്റ്റ് ഇല്ല. ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. ഇത് രണ്ടും ഒരുപോലൊരു മനുഷ്യനിലുണ്ടെങ്കിൽ ഈ രണ്ട് ചിറകുള്ള വിമാനം പോലെ, രണ്ട് ചിറകുള്ള പക്ഷി പോലെ, എന്താണ് അതിൻ്റെ പ്രത്യേകത? പറന്നുയരും. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്. നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ അവിടെ നിന്ന് ആളുകളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കൂട്ടമല്ല, അത് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവരെ പോലെ ഒരാളായിട്ട് തന്നെയാണ് യേശു നിൽക്കുന്നത്. മനസ്സിലാവുന്നു? അല്ലാതെ യേശു കർത്താവിന് പ്രത്യേകിച്ച് അവരിൽ നിന്ന് ഡിഫറൻ്റായ വലിയ വേഷഭൂഷാദികളോ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ ഈ തലയ്ക്ക് ചുറ്റും വെട്ടമോ ഒന്നുമില്ല. പടമൊക്കെ വരച്ചു വയ്ക്കുമ്പോൾ തലയുടെ പുറകിൽ ഒരു വെട്ടമൊക്കെ വരച്ചു വയ്ക്കത്തില്ലേ, റൗണ്ടിൽ? അതൊന്നും ഇല്ല. സാധാരണ ഒരാളെ പോലെ തന്നെ ആ ക്രൗഡിൻ്റെ ഇടയിൽ യേശു നിൽക്കുകയാണ്. പക്ഷേ ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ യേശു ഒരിക്കലും സെൽഫായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ യേശു കർത്താവ് അവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ആ സ്പിരിറ്റിനെ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഡിസൈൻ ചെയ്തു, വിവേചിച്ചു. ഇതാ വരുന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. അപ്പം പെട്ടെന്ന് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ യേശുവിനെ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ ഡിസൈൻ ചെയ്തു, വിവേചിച്ചു. അവനാര് എന്ന് വിവേചിച്ചു, അത് വെളിപ്പെടുത്തി. ഈ ലൂക്കോസ് വിശേഷം 2-ാം അധ്യായത്തിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാം. ആ മനുഷ്യനെക്കുറിച്ച് അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനായിരുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു, പരിശുദ്ധാത്മാവും തൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവായ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ തനിക്ക് അരുളപ്പാടുണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ടായിരുന്ന ശിമയോൻ ആ ദേവാലയത്തിൽ ദീർഘവർഷങ്ങളായി ഈ വാഗ്ദത്തത്തിനു വേണ്ടി, ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മറിയയും ജോസഫും, അതൊരു പ്രതിഷ്ഠാ ദിനമാണ് ആ ചർച്ചിനകത്ത്. എൻ്റെ ഒരു ചിന്തയിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ അന്ന് പ്രതിഷ്ഠിക്കുന്നുണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളെ അന്ന് അവിടെ സമർപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മറിയയും ജോസഫും യേശുവുമായിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ, അപ്പം സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ പള്ളിയിൽ, ഇതേ ദേവാലയത്തിൽ ദീർഘവർഷങ്ങളായിട്ടിരിക്കുന്ന ആളാണ് ശിമയോൻ. അതിനകത്ത് കർത്താവായ ക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ തന്നെ എത്ര കുഞ്ഞുങ്ങളെ അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് കാണും, എത്രയോ കുട്ടികളെ ആ പള്ളിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് കാണും. പക്ഷെ അന്ന് ആ ദിവസം മറിയയും ജോസഫും ദേവാലയത്തിനകത്തെത്തിയപ്പോൾ തന്നെ ആ സ്പിരിറ്റ് റിലത്തില് ശിമയോൻ സെൻസ് ചെയ്യുകയാണ്, തിരിച്ചറിയുകയാണ്, ആ വാഗ്ദത്ത വിഷയം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ എങ്ങും നടന്ന് ചോദിക്കുന്നില്ല, ഇതാണോ ക്രിസ്തു, ഇതാണോ ക്രിസ്തു, ഇതാണോ യേശു, ഈ കുഞ്ഞാണോ, ഈ കുഞ്ഞാണോ.
ഈ കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ പേരെന്താ, ഒന്നും ചോദിക്കുന്നില്ല. കൃത്യം നമുക്കറിയാം ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമാതിരിപ്പെട്ട ഈ 1 വയസ്സിന് താഴെയുള്ള പിള്ളേരെയൊക്കെ കണ്ട ഏകദേശം അതിൻ്റെ ഇടയിൽ ഒരു സംശയമില്ലാതെ കൃത്യമായി നടന്നു എന്ന് ശിമയോൻ യേശു കുഞ്ഞിനെ കയ്യിലേന്തിയിട്ട്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറയുകയാണ്. അടുത്ത വാക്യത്തിൽ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി സകല ജാതികൾക്കും വെളിപ്പെടാനുള്ള ആ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങളുടെ ഇടയിൽ യേശു ആരെന്നുള്ളത് വിവേചിക്കാൻ, ഡിസൈൻ ചെയ്യാൻ ആ പ്രത്യേക ഗ്രേസ് ഗിഫ്റ്റ് പരിശുദ്ധാത്മാവിൽ ശിമയോനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിൽ തുടക്കത്തിലേ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡെഡിക്കേഷൻ ഒഫീഷ്യേറ്റ് ചെയ്ത ഒരു പ്രീസ്റ്റിന് പോലും യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതാ ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഒരാളുടെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് ഏതാണെന്ന് ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അവിടെ തൊട്ട് അവൻ്റെ വിടുതൽ തുടങ്ങും. എനിക്ക് തോന്നുന്നു ഈ മറ്റു വരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു അടിസ്ഥാനമായിട്ട് ഇതുണ്ടെങ്കിൽ വളരെ പ്രയോജനമായിരിക്കും, ഭയങ്കരമായിട്ട്. കാരണം പ്രൊഫറ്റിക്കും ഡിസൈനിങ് സ്പിരിറ്റുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അത് ഞാൻ പറയാം. പ്രൊഫറ്റിക്ക് നമ്മുടെ ഒരു പ്രധാന സബ്ജക്റ്റാണ്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പ്രൊഫറ്റിക്കും ഡിസൈനിങ് സ്പിരിറ്റും ഭയങ്കര കണക്ഷനാണ്. ഒരാളെ നോക്കുമ്പം, ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. നഥനയേലിനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അത് ഡിസൈനിങ് അവനെ ഡിസൈൻ ചെയ്തതാണ് കർത്താവ്. ഇവനിൽ കപടമില്ല എന്ന് പറയുന്നത് അവനെ അവൻ്റെ സ്പിരിറ്റിനെ വിവേചിച്ചതാണ്. യേശു കർത്താവ് വിവേചിച്ചതാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ ചെവി കേൾക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു അപ്പൻ വന്നു. ഊമനും ചെകിടനുമായ ഒരു ബാലകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം യേശു കർത്താവിൻ്റെ അടുക്കൽ ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ബേസിക്കലി അവന് ചെവി കേൾക്കില്ല, അവന് വർത്തമാനം പറയാനും കഴിയില്ല. ഇപ്പം നമ്മൾ എന്തോ പറയണ്ടേ, പ്രാർത്ഥിക്കണ്ടേ? നമ്മളാണെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞേനെ, യേശുവിൻ്റെ നാമത്തിൽ ഈ ചെവി തുറക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവൻ്റെ നാവിൻ്റെ ബന്ധനം കഴിഞ്ഞ് സംസാരിക്കട്ടെ എന്നാ പറയുന്നത്. പക്ഷെ യേശു പറഞ്ഞത് അങ്ങനല്ല. ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകും. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകും. അപ്പൊ യേശു നോക്കുമ്പോൾ അവന്റെ സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്യുക. അപ്പൊ ഹീലിംഗിലും അത് ഇമ്പോർട്ടൻ്റ്, ഹീലിംഗിലും ഭയങ്കരം. ഈ ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു പൗലോസിന്റെ മീറ്റിങ്ങിൽ. അവന് സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവന് സൗഖ്യമാകാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് പൗലോസ് പറയാണ്, നീ എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ നിവർന്നിക്കാൻ. അപ്പൊ അവന്റെ സ്പിരിറ്റിനെ പൗലോസ് ഡിസൈൻ ചെയ്തതാണ്, വിവേചിച്ചതാണ്. അപ്പം ഈ ഊമനും ചെകിടനുമായ ബാലകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഇവന്റെ ചെവി അടച്ചു വെച്ചിരിക്കുന്ന, ഇവന്റെ നാവിനെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു സ്പിരിറ്റ്, ഒരു അശുദ്ധാത്മാവ് ഇവനിലുണ്ടെന്ന് യേശു കർത്താവ് ഡിസൈൻ ചെയ്തു. യേശു അതിനെ ശാസിച്ചിട്ട് പറഞ്ഞു, ഊമനും ചെകിടനുമായ ആത്മാവ് ഇവനെ വിട്ടുപോ. മർക്കോസ് 9:25 എഴുതിയിരിക്കുന്നത്. ഇനി അവൻ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഉടനെ ആ സ്പിരിറ്റ് അവനെ വിട്ടുപോയി. അവനെ വലിച്ച് നിലത്തിട്ട് ഉരുട്ടി, അല്ലേ, മരിച്ചവനെ പോലെയായി. മരിച്ചുപോയെന്ന് പറയത്തക്കവണ്ണം അവൻ അങ്ങനെയായെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവൻ്റെ ചെവിയും കേൾക്കാം, അവന് സംസാരിക്കുകയും ചെയ്യാം. അപ്പം കർത്താവ് ചെയ്തത് ആ സ്പിരിറ്റിനെ, അവൻ്റെ അകത്തിരുന്ന സ്പിരിറ്റ് ഏതാണ്, ആത്മാവ് ഏതാണെന്ന് ഡിസൈൻ ചെയ്യുമായിരുന്നു. അത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാനാണെങ്കിലും മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ നല്ല ദൈവശക്തി, ദൈവസാന്നിധ്യം മൂവ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പം ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ചിലരിലേക്ക് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ഉടക്കും. കൃത്യമായിട്ട് ആ സമയത്താണ് നമുക്ക് അവരാരാണ് എന്താണെന്നുള്ളത് ഇങ്ങനെ ഹോളി സ്പിരിറ്റ് നമുക്ക് റിവീൽ ചെയ്ത് തരുന്നത്. ചിലത് ഡിമോണിക് ആയിരിക്കും. നോക്കുമ്പോൾ അവരെ അത് കോട്ട് ചെയ്തെന്ന് കാണുമ്പോൾ തന്നെ ഇത്രയും ആയിരങ്ങൾ നിൽക്കുകയല്ലേ, പക്ഷെ നമ്മൾ അവരെ നോക്കി ആ സ്പിരിറ്റിലത്ത് അത് കോട്ടായെന്ന് കാണുമ്പോൾ തന്നെ ഒരു 200 മീറ്റർ അപ്പുറത്തായിരിക്കും നിൽക്കുന്നത്, പക്ഷെ അവിടെ ഭൂതം ഇളകും, ആ ഡീമൺ പുറത്തു വരും. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും തൻ്റെ മിനിസ്ട്രിയിൽ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം ഈ വെളിച്ചപ്പാടത്തിയായിട്ട് ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ ആ 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആ സ്ത്രീ വന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, നിങ്ങൾ രക്ഷാമാർഗത്തെ അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പം പ്രൈസ് ദി ലോർഡ്,
സ്തോത്രം. നല്ലൊരു പ്രൊമോയോ. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്. പൗലോസ് നോക്കി. ആ നോട്ടത്തിനകത്ത് അവളുള്ള സ്പിരിറ്റിനെ പൗലോസ് ഡിസൈൻ ചെയ്തു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സ്കാനിങ് നടന്നോ? ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവുള്ള ആ മനുഷ്യൻ അവളെ നോക്കുമ്പോൾ ആ ഡിസൈനിങ് ഗിഫ്റ്റാണ്. ഡിസൈനിങ് ആത്മാക്കളുടെ വിവേചനം എന്നൊരു കൃപാദാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അത് വെളിപ്പെടുകയാണ് കൃത്യമായിട്ട്. യേശു കർത്താവ് എന്നിട്ട് പൗലോസ് ആ ഭൂതത്തെ ശാസിച്ചു, അത് വിട്ടുപോയി, അവൾ ഫ്രീ ആയി അല്ലേ. ആ നോക്കി എന്നുള്ള പദം, പൗലോസ് അവളെ തിരിഞ്ഞ് നോക്കി, ആ നോട്ടത്തിലാണ് ആ സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്തത്. പക്ഷെ ആ വ്യക്തി പറഞ്ഞ വാക്കുകളിലോ അവർ ചെയ്ത കാര്യത്തിലോ ഒന്നും ഒരു കുഴപ്പമില്ല, ഒന്നും പിടിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിങ്ങനെ പറയാൻ നിന്നാൽ ഈ 10-26 വർഷത്തെ ഒത്തിരി അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്ത അല്ലെ കർത്താവ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. നമ്മുടെ മുമ്പിലൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടായിരിക്കും വന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ശരിക്കും പ്രാർത്ഥനയോടെ ആത്മാവിൽ അവരെ ഒന്ന് നോക്കുമ്പോൾ ശരിക്കും ആ സഹോദരിയുടെ സഹോദരൻ്റെ അകത്ത് സ്പിരിറ്റിന്, ദുഷ്ടാത്മാവിന് മനസ്സിലായി. ഹോളി സ്പിരിറ്റ് അതിനെ പിടിച്ച് കള്ളനെ പിടിച്ചു വന്ന് കഴുതുമ്പോൾ കള്ളൻ പിന്നെ ഇരിക്കൂല, കുതിറി ഓടാൻ പെട്ടെന്ന് ഇത് അലറും, പെട്ടെന്ന് ഇത് നിലവിളിക്കും, അല്ലെങ്കിൽ അട്ടിച്ച് തറ വീണ് ബഹളം ഉണ്ടാക്കാനൊക്കെ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അതിന് ഇനി പോയേ പറ്റുള്ളൂ. പിടിക്കപ്പെട്ടു. ആത്മതലങ്ങളിൽ അത് പിടിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ സാറേ? അപ്പോൾ ഈ കൂനയായ സ്ത്രീ, ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ പള്ളിയിലുള്ളവരെല്ലാം നോക്കുമ്പോൾ അവൾക്ക് കൂനാണ്. അവളുടെ ഡിസ്കിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യേശു കർത്താവ് നോക്കുമ്പം ഇത് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് അല്ല. 18 വർഷമായിട്ട്, ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യമാണ്, 18 വർഷമായിട്ട് സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുക. അത് ഇത്രയും വർഷമായിട്ട് ഈ പള്ളിയിലുള്ള ആരെങ്കിലും കണ്ടോ അവളിൽ ആ സ്പിരിറ്റ് ഉണ്ടോ? മനസ്സിലായിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ യേശു കർത്താവ് അവളെ നോക്കുമ്പോൾ യേശു അവളെ വിവേചിക്കുകയാണ്. ഇവളെ ബന്ധിച്ചിരിക്കുന്നത് ഒരു സ്പിരിറ്റാണ്. കർത്താവ് അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. യേശു അവിടെ ആ കൂനിയായ സ്ത്രീയോട് നോക്കി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അതെ. അപ്പോൾ അതൊരു സ്പിരിറ്റ് ഓഫ് ഇൻഫേമിറ്റി, ആ ഒരു ഇൻഫേമിറ്റി ഉണ്ടാക്കുന്ന സ്പിരിറ്റാണെന്ന് ഡിസേൺ ചെയ്തു. യേശു അത് ഡിസേൺ ചെയ്തു. അതുകൊണ്ട് അവൾ ഫ്രീ ആയി. നമുക്കും ആ നിലയിൽ ആത്മാക്കളെ വിവേചിക്കാൻ, ഡിസൈൻ ചെയ്യാൻ പറ്റിയാൽ വിടുതൽ നടക്കും. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായൊരു മനുഷ്യനുണ്ടായിരുന്നു. പൗലോസ് സംസാരിക്കുന്ന കേട്ടു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവനെ ഉറ്റുനോക്കി. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന പൗലോസ് അവനെ ഉറ്റുനോക്കി, സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടു. നമുക്കൊരാളുടെ വിശ്വാസം കാണാൻ പറ്റുമോ? പക്ഷെ കണ്ടു. അതെങ്ങനെ കാണുന്നേ? ആ സ്പിരിറ്റിനെ, അവൻ്റെ അകത്തുള്ള ആത്മാവിനെ, ആ ഫെയ്ത്തിനെ പൗലോസ് ഡിസൈൻ ചെയ്തതാണ്. അവനിപ്പോൾ സൗഖ്യമാകാൻ ഒരു ഫെയ്ത്ത് അവനിൽ മൂവ് ചെയ്തിട്ടുണ്ട്, അപ്ലിഫ്റ്റഡ് ആയിട്ടുണ്ടെന്ന് പൗലോസിന് മനസ്സിലായതും പൗലോസ് പറഞ്ഞു അടുത്ത വാക്യത്തിൽ, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സ്പിരിറ്റ് ഏതാണെന്നോ അവൻ്റെ അകത്തുള്ള ആ സ്പിരിറ്റിനെ ഡിസൈൻ ചെയ്യാൻ, പൗലോസിന് ആ ഫെയ്ത്തിനെ ഡിസൈൻ ചെയ്യാൻ ആ മൂവ്മെൻറ്റിന് പറ്റിയതുകൊണ്ടാണ് അവിടെ ഹീലിംഗ് നടന്നത്. അപ്പോൾ ഹീലിങ്ങിലും ഡെലിവറൻസിലും, ഹീലിംഗ് മിനിസ്ട്രിയിലും ഡെലിവറൻസ് മിനിസ്ട്രിയിലും, എസ്പെഷ്യലി പ്രൊഫറ്റിക് മിനിസ്ട്രിയിലും ഡിസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, വിവേചിക്കുക എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ റെവലേഷൻ ഗിഫ്റ്റിൽ വേർഡ് ഓഫ് നോളജ്, ജ്ഞാനത്തിൻ്റെ വചനം, വേർഡ് ഓഫ് വിസ്ഡം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആൻഡ് ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്, ഇത് മൂന്നും വെളിപ്പാടിൻ്റെ തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കേട്ടതിൽ നിന്ന് മനസ്സിലായത് വിവേചനപരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റ് ഗിഫ്റ്റുകളും ഓപ്പറേറ്റ് ചെയ്യാൻ. അടുത്ത ഒരു സെറ്റ് കഴിഞ്ഞു, അടുത്ത ഇനിയും റെവലേഷൻ ഗിഫ്റ്റാണ് നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത്. ഇനിയും പവർ ഗിഫ്റ്റുകളിലേക്ക്, ഡിസ്പ്ലേ ഓഫ് ഗോഡ്സ് പവർ, വിശ്വാസം, വിവിധ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം. ഇത് യഥാർത്ഥത്തിൽ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കേൾക്കാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. Thanks for watching Spiritual Talk with Pastor Tinu George.